നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടു കേട്ടോ. നമ്മുടെ നിവിൻ പോളി ലീഡിങ് റോൾ ചെയ്തിട്ട് അഭിനയിച്ചത്, അതുപോലെ ഡിജോ ജോസ് ആൻ്റണിയുടെ ഡയറക്ഷനിൽ ഇറങ്ങിയ പടം. ഷാരിസ് മുഹമ്മദിൻ്റെയാണ് കേട്ടോ നമ്മുടെ സ്റ്റോറി, കാരണം റൈറ്റർ. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം, ഈ പടത്തിനെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയണ മാതിരി ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാനിപ്പോൾ ഇന്ന് പടം കണ്ടു, എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ പടത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പൊതുവേ ഉള്ള അഭിപ്രായം പറഞ്ഞാൽ 2.5 മണിക്കൂർ, ഏകദേശം 2:40 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു മൂവിയാണ്. അതുപോലെ തന്നെ റേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ 7.2 ഒക്കെ ബുക്ക് മൈ ഷോയിലുണ്ട്. പക്ഷേ IMDbയിൽ ഏകദേശം ഒരു 5.7, അതുപോലെ ഇന്ത്യ ടുഡേയിലൊക്കെ 2.5. അത് ആവറേജ്, അതുപോലെ അബവ് ആവറേജ്, ബിലോ ആവറേജ്, അങ്ങനെ പല രീതിയിൽ കൺസിഡറേഷൻ കിട്ടുന്ന മൂവിയാണ്. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് കാരണം ഞാൻ പറയും. ഇത് പടം ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും, അവരുടെ കാരണങ്ങളും എനിക്ക് ഏകദേശം മനസ്സിലാവും. ഇതൊരു കോമഡി ഡ്രാമ, അതായത് കോമഡി ബേസ് ചെയ്തിട്ട്, അതായത് ഹ്യൂമർ നല്ല ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. ഈ പടത്തിൽ കോമഡി കൈകാര്യം ചെയ്യാൻ പ്രത്യേക ക്യാരക്ടേഴ്സൊന്നുമില്ല. നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും, അതുപോലെ ഷൈൻ ടോം ചാക്കോയും സലീം കുമാറും മഞ്ജു പിള്ളയും, അതുപോലെ തന്നെ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് മൊത്തം ഹ്യൂമറും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമോഷൻ സീന്, ക്യാരക്ടേഴ്സ് എല്ലാം പക്കേ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജോ ജോസ് ആൻ്റണിയുടെ പടം, അതായത് ക്യൂന്, അതുപോലെ ജനഗണമനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ആശയം, അതായത് ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ നല്ല രീതിക്ക് ഇതിൽ കൊടുന്ന് കോമഡി ലെവലിൽ കൊടുന്നു. അതായത് ഫസ്റ്റത്തെ ഒരു 10-30 മിനിറ്റ് ഇങ്ങനെ പടം നല്ല ഹ്യൂമറിൽ തമാശ രീതിയിൽ പോവുകയാണ്. പക്ഷേ ഒരാശയം അദ്ദേഹം അതിൽ വെച്ചേർന്നു. അത് കോമഡി ആയി, പിന്നെ അത് സീരിയസ് ആയി, പിന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അത് സ്റ്റോറി രീതിയിലൊരു, അതായത് ആ നായകൻ്റെ ലൈഫിലോട്ട് കൊടുന്ന് നല്ല രീതിക്ക്, അതായത് ജനഗണമനയിൽ ഇന്ത്യ ആരുടെ തന്തയുടെ വകയല്ല, അതുപോലെ തന്നെ ഒരാളെ കണ്ടാൽ ഇങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പൃഥ്വിരാജ് പ്രത്യേക ലെങ്ത് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സ്പീച്ചിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യും. ക്യൂനിലും അതുപോലെ സലീം കുമാറേട്ടൻ്റെ ഒരു ഫൈനലായിട്ടുള്ളൊരു സംസാരത്തിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പടത്തിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് നല്ല രീതിക്ക് തോട്ടാണ്, നല്ല രീതിക്ക്, അതായത് ഷാരിസ് മുഹമ്മദ് എന്ന് പറഞ്ഞ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ നിങ്ങൾക്ക് അറിയണമല്ലേ, അദ്ദേഹത്തിനാണ് മെയിൻ ഡിജോ ജോസിന് ആൻ്റണിയുടെ മിക്ക പടങ്ങളും റൈറ്ററായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പടത്തിൽ അങ്ങനൊരു ആശയമുണ്ട്. അത് ഫൈനൽ ആശയ്ക്ക് എത്താൻ വേണ്ടി കഥ നല്ല രീതിക്ക് വളച്ചൊടിച്ച് പോകുന്നുണ്ട്, അതായത് നല്ല രീതിക്ക് റൂട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് പടം ഒട്ടും ഒരു ഫുൾ ഓൺ എനിക്കൊരു ഹ്യൂമർ മൂവി കേട്ടോ. നല്ല പടം എന്ന് ഞാൻ പറയുന്നില്ല, തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ്, കുറച്ച് ചിരിക്കുകയും കുറച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി. മോശം പറയത്തക്ക അത്ര അലമ്പാക്കി എടുത്ത് വെച്ചിട്ടില്ല. മോശം അലമ്പാക്കുന്ന കുറേ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്തിറങ്ങിയിൽ. പക്ഷേ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞ രീതിയിലൊന്നും ഞാൻ പറയില്ല. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിൽ നിവിൻ പോളി എങ്ങനെയാണോ ക്യാരക്ടർ, അതായത് കുറച്ച് ഹ്യൂമർ കോമഡി ഭയങ്കര രീതിയിൽ കൈകാര്യം ചെയ്ത് പോകണം, ആ രീതിയിലാണ് ഇതിൽ. ഉടനീളം പടത്തിൽ നിവിൻ പോളി തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസന് റോളുണ്ട്, ഷൈൻ ടോം ചാക്കോ, സലീം കുമാർ, അതുപോലെ അനശ്വര രാജൻ, അവർക്കൊക്കെ ചെറിയ സ്ക്രീന് അങ്ങനെ 1-2 സീനുകൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ബട്ട് പടം ഒട്ടും ബോറിംഗ് ആയിട്ട് തോന്നില്ല. കുറച്ച് ലാഗ് ഫീൽ ചെയ്യുക ചിലർക്ക് ഫീൽ ചെയ്തിരിക്കും. കാരണം സ്റ്റോറിയുടെ ഒരു ടൈം ആകുമ്പോൾ അതങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ തോന്നും. ഒരു എൻഡിങ്, ഒരു ഹാപ്പി എൻഡിങ് രീതിയിലൊരു എൻഡിങ്. ബട്ട് ഉടനീളം പടത്തിൽ എനിക്കെന്താ ഇഷ്ടപ്പെട്ടു, ചില പടം നല്ല രീതിക്ക് ഒരു ഹ്യൂമർ, എനിക്ക് അത്യാവശ്യം കോമഡിയൊക്കെ കണക്റ്റായി. പിന്നെ അവരതിൽ മെൻഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇന്ത്യയിൽ ഇന്ന് കറൻ്റ് നടക്കുന്ന വലിയ പ്രശ്നങ്ങളടക്കം തമാശ രീതിയിൽ ഇങ്ങനെ കൊടുന്ന് കുറേ കാണിച്ചു. പിന്നെ തമാശ സീരിയസ് ആയ രീതിയിലും കാണിച്ചു തന്നു. അതായത് ഒരേ വിഷയം 2 രീതിയിലും കാണിച്ചു തന്നു. നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക ഇപ്പോഴും കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് വർഗീയത. ഇതിൽ നല്ലൊരു മെസ്സേജാണ്, അതായത് രാഷ്ട്രീയവും വർഗീയത, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കൂടെ മതം പറയരുത്, ആ സാധനമൊക്കെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യില്ലേ. കുറേ പേര് ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നത് മതം വെച്ചിട്ടാണ്, അതായത് മതമാണ് രാഷ്ട്രീയ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏത് പാർട്ടിക്കാരനെന്നല്ല, ഏത് മതക്കാരന രീതിയിലാണ് പല സ്ഥലങ്ങളിലും നോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ എങ്ങനെ നമ്മുടെ മുന്നിലോട്ട് കോമഡി രീതിയിലും കുറച്ച് ചിന്തിക്കാവുന്ന രീതിയിലും കുറച്ച് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസിൽ ഈ പടം കാണിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. ഈ ജനഗണമനത്തെ മിക്ക കാസ്റ്റും ക്രൂ ഈ പടത്തിലുണ്ട്. പക്ഷെ ജനഗണമന ഉടനീളം ഒരു തോട്ട് വെച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ കൊടുത്തുള്ള പടം. അതിൽ കോമഡി ഇല്ല, ബട്ട് അങ്ങനെയല്ല, ഒരു ആശയം കൊടുത്തിട്ട് അത് നമ്മളോട്ട് എങ്ങനെ എത്തിക്കാൻ പറ്റുന്ന കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ എന്താ വെച്ചാൽ നല്ല രീതിക്ക് കോമഡീസും കാര്യങ്ങളും, അതുപോലെ ഓവറായിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് ചില ക്യാരക്ടേഴ്സിന് അധികം സ്ക്രീൻ ടൈമോ സ്ക്രീൻ പ്രസൻസ് ഒന്നും ഇല്ല. കാരണം നമ്മൾ വിചാരിക്കും ഇയാളൊക്കെ ഈ പടത്തിലുണ്ടല്ലോ, അപ്പോൾ അതിനായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടോ വെച്ചാൽ ഇല്ല. ഷൈൻ ടോം ചാക്കോക്ക് അധികം സീനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ പടം കണ്ടു എന്ന് വിചാരിക്കണം. പടം കാണാത്തവരുണ്ട് ജസ്റ്റ് പോയി പടം കാണുക. പടം കുഴപ്പമില്ലാത്ത പടം കേട്ടോ. പലരും പല അഭിപ്രായം പറയും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു.
എനിക്ക് എൻ്റെ കാശ് പോയെന്ന് തോന്നിയില്ല. പടം കുഴപ്പമില്ലാത്തൊരു പടമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം. കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാരണങ്ങളും പറഞ്ഞു, അതെനിക്കറിയില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത പടം, തരക്കേടില്ല. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പോയി കണ്ടോ, തരക്കേടില്ല, വലിയ മോശം പടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.